സീസൺ അല്ലാത്തതുകൊണ്ടേ മാമ്പഴത്തിനൊക്കെ തീ പിടിച്ച വില കിട്ടിയല്ലോ. സമാധാനായി. മാമ്പഴപ്പുളിശ്ശേരി എന്ന് വെച്ചാൽ അവന് ജീവനാ. ഓ അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. പണ്ട് വെള്ളരി പന്തലിൽ കാവലടക്കാൻ പോകുമ്പോ ഞാനും മുരളിയേട്ടനും എത്ര പ്രാവശ്യം ആ മാമ്പഴപ്പുളിശ്ശേരി വെച്ച് കൂട്ടിയിരിക്കുന്നേ. മുരളിയേട്ടൻ അതൊക്കെ ഓർമ്മയാണ് എന്തോ. ഓ പിന്നെ അവന് വേറൊന്നുമില്ലല്ലോ ഇപ്പൊ ഓർക്കാൻ. നീ നേരെ വൈകേണ്ട സാധനങ്ങൾ വീട്ടിലെത്തിയാൻ നോക്ക്. ഉച്ചയ്ക്ക് ഊണുമ്പോ അവനിങ് എത്തും. അപ്പോഴേക്ക് ഊണ് റെഡിയാവണം. ആ പിന്നെ പപ്പ മാമ്പഴപ്പുളിശ്ശേരിയിൽ കടുക് വറുത്തിട്ടുണ്ടാന്ന് രുക്കുനോട് പറഞ്ഞേക്കണം. ആ പിന്നെ പ്രഥമനുള്ള പരിപ്പ് നല്ലോണം മൂത്തോട്ടെ. മൂത്തോട്ടെ മൂത്തോട്ടെ മൂത്തോട്ടെ. ദേവു 3-4 തേങ്ങ ഇനിയും വേണം. വേഗം പൊതിച്ചോണ്ട് വാ. നീ എവിടെ ഇരിക്കടി? തന്നെ താൻ പൊതിക്കട്ടെ. എന്നെ വഴക്ക് പറയും. ഓ അത് ഞാൻ നോക്കിക്കോളാം. നീ ഇവിടെ ചുമ്മാ ഇരിക്കൊന്നുമല്ലല്ലോ വഴക്ക് പറയാൻ. നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ? ഇത് കഴിയട്ടെ. ചേച്ചേ നാരായണേട്ടൻ പറഞ്ഞു പ്രഥമന്റെ പരിപ്പ് നല്ലോണം മൂപ്പിക്കണമെന്ന്. എങ്കിൽ അങ്ങേരോട് ഇങ്ങോട്ട് വന്ന് മൂപ്പിക്കാൻ പറ. മൂപ്പരോടെ ഭയങ്കര തിരക്കിലാ. എനിക്കറിയാം എത്രത്തോളം മൂപ്പിക്കണമെന്ന്. ആ പിന്നെ മാമ്പഴ പുളിശ്ശേരിയിൽ കടു വറുത്തിടണ്ട. പിന്നെ എന്നാ വറുത്തിടണ്ടേ? മൂപ്പര് പറഞ്ഞതാ. അങ്ങയുടെ ഉപദേശം ഹോട്ടലിലെ ജോലിക്കാരോട് പറഞ്ഞാൽ മതി എന്ന് പറ. അയ്യോ ഇത് മീൻകറിക്കാണോ? അതെ. മിക്സിയിൽ അരച്ച തേങ്ങ മുരളിക്ക് ഇഷ്ടമല്ല. മിക്സിയിൽ അരച്ചെന്ന് ഇവിടെ ഇപ്പൊ ബോർഡ് വെക്കാൻ പോവാ. എങ്കിലും അതല്ലല്ലോ, അവൻ വലിയേട്ടന് പ്രത്യേകം എഴുതിയിട്ടുള്ളതാ. ഈ നാടൻ അമ്മി വെച്ച് അരച്ച തേങ്ങ കൊണ്ടുണ്ടാക്കിയ കറിക്ക് സ്വാദൊന്നു വേറെയാണെന്ന്. 7 കൊല്ലം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന കുട്ടിയുടെ ആഗ്രഹം നമ്മളായാലും ഇതിപ്പോ മിക്സിയിൽ ഇട്ടു പോയി. Chichi, where's my pencil box? Are you coming or not? It's getting late. Chichi, 1 second. Mummy, എന്താ മോളെ? പോവാട്ടോ. സ്കൂള് വിട്ടാ നേരെ ഇങ്ങോട്ട് പോന്നേക്കണം കേട്ടോ. മമ്മിയുടെ പെൻസിൽ ബോക്സ് കാണുന്നില്ല. ഈശ്വര, ഈ കുട്ടികൾ വരുന്നില്ലേ? പോവാം. എടാ നീ ഇന്ന് പോണ്ട. നിന്റെ ചെറിയച്ഛൻ വന്നോണ്ടെ ബാബുമോൻ എന്തെന്ന് ചോദിച്ചാൽ ഞാൻ എന്തോ പറയും? ഒരു ദിവസത്തെ പഠിത്തം പൊക്കോട്ടെ. ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടോ മമ്മി? ഓ സ്പെഷ്യൽ ക്ലാസ് നാളെയും കാണുമല്ലോ. മുരളി പോകുമ്പോ നിനക്ക് 2 വയസ്സാ. ഓരോ കത്തിലും അവൻ എഴുതി ചോദിക്കും ബാബുമോന്റെ കൈ വളർന്നോ കാല് വളർന്നോന്ന്. അവൻ വരുമ്പോ നിന്നെ കണ്ടില്ലെങ്കിലേ അവന്റെ മനസ്സ് വിഷമിക്കും. എന്റെ മക്കളൊന്നും പോണ്ട. എന്നാ പിന്നെ നിങ്ങളും പോകണ്ട. 24 മണിക്കൂറും അവൻ നിന്നെ മുതുകിലേറ്റി ആന കളിച്ചിരുന്നതൊക്കെ അങ്ങ് മറന്നുപോയോ? നീ ഉണ്ടായ പിന്നെ ഇവിടെ മറ്റുള്ളവര് പ്രസവിച്ചത്. നിന്നെ കണ്ടില്ലെങ്കിലേ അവൻ എന്നോട് ചോദിക്കും. കേറി വാടി. താനേ നാളെ വന്നാ മതി. മമ്മി എക്സാം എടുത്തു. എക്സാം എടുക്കട്ടെടി. കേറി പോകാനല്ലേ പറഞ്ഞത്? വാ വാ വാ. നിങ്ങൾ ഇരിക്കേ. ശരി. ശാന്തേ, അവൻ വന്നിട്ടില്ലല്ലോ. ഉച്ചയ്ക്ക് മുമ്പ് എത്തുന്നല്ലേ കമ്പി? ഉച്ചയായോ? എന്ത് തോന്നുന്നു? ഉച്ചയായിട്ടില്ലാന്ന് തോന്നുന്നു. എന്നാ ആയിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യ്. എന്റെ അബ്കാരി പാർദേശത്ത് പുറത്തിരിക്കുന്നുണ്ട്. കടുപ്പത്തിൽ 3 കപ്പ് ചായ ഇട്. ഇവന്മാർക്ക് വരെ പണിയൊന്നുമില്ലേ? അബ്കാരിയും കിക്കാരി ഒരു ജീപ്പുണ്ടെന്ന് വെച്ച് തലങ്ങും വിലങ്ങും കിടന്ന് ഓട്ടവ. ഇന്ന സമയമൊന്നുമില്ല. ചായ, ചോറ്. കുമാരേട്ടൻ വിളിച്ചിട്ടാ അവര് വരുന്നത്. സണ്ണി ലൂക്കോസും ജോണി പാറക്കാടനും കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത വീട്ടിലൊന്നുമല്ല. പേരൊക്കെ ഗംഭീരവാ. പിന്നിപ്പോ എന്താ കുഴപ്പം? അവരെ ആപ്പോളൊന്നും അല്ല, റേഞ്ച് പിടിക്കുന്നവരാ. ഈ റേഞ്ച് എന്ന് വെച്ചാ സിംഹം കരടിയൊന്നും അല്ലല്ലോ. നമ്മുടെ സ്കോച്ചിന്റെ കാര്യം കുമാരേട്ടൻ മറക്കരുത്. നമസ്കാരം. ചേട്ടന് ഉത്സാഹത്തിലാ. 7 കൊല്ലം കഴിഞ്ഞിട്ടുള്ള വരവല്ലേ. എന്തിനാ അവന്മാരെ ഇപ്പം അങ്ങോട്ട് കെട്ടിയെടുത്തത്? അത് മുരളി വരുമ്പോ എന്റെ പാർട്ട്നേഴ്സിനെ അവനൊന്ന് കണ്ടോട്ടെന്ന് കരുതിയാ. അവൻ അയച്ചു തന്ന പണം കൊണ്ടാണല്ലോ ഞാൻ ഇവരുടെ കൂടെ പാർട്ണർഷിപ്പ് ചേർന്നത്. അവൻ അയച്ചു തന്ന കാശ് കൊണ്ട് തന്നെയാണല്ലോ ഞാൻ ഹോട്ടൽ തുടങ്ങിയതും. എന്ന് വെച്ചാൽ അവിടെ ഊണഴിക്കാൻ വരുന്നവരൊക്കെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ടിരേ. അവന്മാരുടെ മുറ്റത്ത് എന്തിരുന്ന് പുകവലിക്കാൻ പറ. ആ ശീകരങ്ങൾ എന്തായി? പലതുമായി. അതുപോരാ, മുഴുവനാവണം. നേരം പോയി. എന്തായാലും ഉച്ചയൂണിന് മുമ്പ് അവനിങ് എത്തുമെന്ന് തറപ്പിച്ച് എഴുതിയിട്ടുള്ളതാ. വേഗാവട്ടെ. ഒരു കത്തിങ്ങെടുക്കാൻ ഞാൻ ഇല മുറിച്ചോണ്ടിരാം.
മമ്മി മുരളികൾ വരൂ. ആ വന്നു വന്നു അവൻ വന്നു. ശാന്തേ എന്താ എല്ലാരും ഇങ്ങനെ തർക്കിച്ചു നോക്കണ്? ഇത് മുരളിയല്ല, ഞമ്മളാണ് ഹംസ. കാറിന്റെ ശബ്ദം കേട്ടപ്പോ മുരളിയേട്ടനാന്ന് ഉറപ്പിച്ചതാ. എല്ലാ സന്തോഷം കളഞ്ഞു. അല്ല, താനിപ്പം ടാക്സിയിലും സഞ്ചരിച്ചു തുടങ്ങിയോ? എന്താണോ തനിക്കിപ്പോ വേണ്ടത്? നമ്മൾ എല്ലാ കണക്കൂട്ടലും തെറ്റിപ്പോയി. മൂപ്പര് കൊച്ചിയിലും ഇല്ല, കോയമ്പത്തൂരും ഇല്ല. ആര്? അല്ല, കുമാരൻ മൂപ്പര് പറഞ്ഞിരുന്നല്ലോ ചിലപ്പോ കൊച്ചിയിൽ അല്ലി കോയമ്പത്തൂർ മുരളി പ്ലെയിൻ ഇറങ്ങുന്നേ. കോയമ്പത്തൂർക്കുള്ള എല്ലാ പ്ലെയിനും വന്ന് പോയി. ഉടനെ ഞാൻ കൊച്ചിക്ക് വിട്ട്, അവിടെ ഇല്ല. ഇവിടൊക്കെ ചെന്ന് നോക്കാൻ തന്നെ ആരോടോ ഏൽപ്പിച്ചത്? നമ്മളെ മുരളിനെ കൂട്ടിക്കൊണ്ട് എന്നെ ഇപ്പൊ പ്രത്യേകമായിട്ട് ആരും ഏൽപ്പിക്കണോ? ഞാൻ സ്വബുദ്ധിയാ തന്നെ ഒരു ടാക്സി എടുത്താണ്ട് പുറപ്പെട്ടു പോയി. എന്നാൽ അതേ സുഹൃത്തിയുടെ സ്ഥലം കാലിയാക്ക് പോ. ശാന്തേ ഇനി കാത്തിരിക്കണ്ട, കുട്ടികൾക്ക് വിശക്കുന്നുണ്ടാവും. വാ ചോറ് വിളമ്പ്. വാ മോനെ. നാരായണ മൂപ്പര് താന്നു പോടോ. ഒരു ചെറിയ സ്വകാര്യം പറഞ്ഞു. എനിക്ക് വിശക്കണു, താൻ പോയിട്ട് പിന്നെ വാ. വിശപ്പ് എനിക്ക് ലേറ്റ് അല്ല, അതിനെക്കാട്ടും വലിയൊരു അർജന്റ് വരി. ഒന്ന് വന്നാട്ടെ. നമ്മൾ വല്ലാത്തൊരു കുടുക്കിലാ കുടുങ്ങി. നമ്മൾ ഏറ്റവും വലിയ ദോസ്താണ് മുരളി എന്നുള്ളത് അറിയാലോ. ഓൻ പ്ലെയിൻ ഇറങ്ങുമ്പോ തന്നെ കാണാന്ന് വെച്ചിട്ടാണ് ടാക്സി എടുത്ത് മരണപ്പാച്ചിൽ പാഞ്ഞത്. മൂപ്പർ ഈ കാർ തന്നെ കൊണ്ടുവരാനും കരുതി. ഇതാണോ രഹസ്യം? രഹസ്യം 1500 റുപ്യ കാർ വാടക ആയിട്ടുണ്ട്. മുരളി കൊടുക്കുന്നുള്ള ധൈര്യത്തിലാ കാറ് വിളിച്ചേ. നാരായണ മൂപ്പര് നമ്മളെ മാനം കാക്കണം. തന്റെ മാനത്തിൽ എനിക്കെന്തോ താല്പര്യം? താന്റെ അളിയനോ? ഒരു അബദ്ധം പറ്റിപ്പോയി, നമ്മളെ കൈ വെടിയരുത്. 1500 കൂവ. നാരായണ ആളെ വിടറോ? നാരായണൻ കൂപ്പി. അവിടെ നിൽക്കാൻ. അവിടെ നിൽക്കാൻ. യവനിത് എവിടെ പോയി കിടക്കുകയാണോ എന്തോ. വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് തുടങ്ങിയതാ ഇടിക്കാനും പൊടിക്കാനും. വരുന്നില്ലെങ്കിൽ പിന്നെ കമ്പി അടിക്കണോ മനുഷ്യനെ മെനക്കെടുത്താൻ? നീ അവൻ അങ്ങോട്ടൊരു കമ്പി അടിക്കും. എന്തോ ഇന്? നീ 4 മണിക്ക് എഴുന്നേറ്റ് ഇടിക്കുകയും പൊടിക്കുകയും ഒക്കെ ചെയ്തെന്ന് അറിഞ്ഞാൽ അവൻ പെട്ടെന്നിങ്ങി പോരും. എടീ, ചേട്ടത്തമ്മയെ കണ്ടുപിടിക്കണം. സ്നേഹത്തിൽ നിന്ന എല്ലാവർക്കും കൊള്ളാം. അയ്യടാ, അവരെ പോലെ തേനൊലിപ്പിക്കാൻ ഈ ഭൂലോകത്ത് ആർക്കും പറ്റില്ല. ദേ, എന്റെ പേർക്കുള്ള ആ സ്ഥലം ഉണ്ടല്ലോ, ഉം. അവിടെ മുരളിയെ കൊണ്ട് നമുക്കൊരു വീട് കെട്ടിക്കാം. ഇവിടെ കിടന്നുള്ള യുദ്ധം മതിയാക്കി നമുക്ക് അങ്ങോട്ട് മാറാം. മുരളിയും പോന്നോട്ടെ. ആ അതിപ്പോ അവന്റെ പരിപാടി എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മിടുക്കുണ്ടെങ്കിൽ നടക്കും. അതല്ല, ആ, അവൻ കല്യാണം മറ്റോ അങ്ങനെ വരുമ്പോ അവൻ തനിച്ചങ്ങ് മാറി വരും. കല്യാണം ഇപ്പൊ കഴിപ്പിക്കണ്ട. ദേ, നിങ്ങളായിട്ട് ഈ കല്യാണം എന്നും പറഞ്ഞ് അവന്റെ മനസ്സിളക്കാതിരുന്നാ മതി. ഏയ് ആ, തടിയും നീളവും കൂടുതലുള്ളവർക്ക് ചിന്താശക്തി കുറയും. അതുകൊണ്ടാ പറയുന്നത്. ഉം. അതാരാ? ആരാത്? എന്താ കുമാര? പട്ടി വല്ലാതെ കുറയ്ക്കുന്നുണ്ടല്ലോ. അയ്യോ, നമ്മുടെ മുരളിയല്ലേ ഇരിക്കുന്നേ? മുരളി മോനെ, ചെറിയേട്ടാ, വലിയേട്ടാ, ഞാനിതാ വന്നു. 7 വർഷത്തെ വിദേശവാസത്തിന് ശേഷം മുരളി ഇതാ സ്വദേശത്തേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഇതെന്ത് പറ്റി മോനെ നിനക്ക്? നീ പ്ലെയിനിൽ നിന്ന് നേരെ തെങ്ങിലോട്ട് ചാടിയോ? അനിയാ മുരളി, നീ താഴോട്ട് വാ. ഈ സ്ഥിതിയിൽ താഴോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവിടം വരെ വന്നിട്ട് നീ താഴോട്ട് ഇറങ്ങാതെ പോവാണോ മുരളി? ആവശ്യത്തിന് അനാവശ്യത്തിന് 100 കൂട്ടം കാര്യങ്ങൾക്ക് കത്തെഴുതാറുള്ള നിങ്ങള് എന്തിനീ പട്ടിയുടെ കാര്യം എന്നിൽ നിന്ന് ഒളിച്ചു വെച്ചു? ആഹാ, അതുകൊണ്ടാണോ നീ താഴോട്ട് വരാത്തത്? ആ, ഈ കുന്തത്തിന് ആരെങ്കിലും പിടിച്ചോണ്ട് പോ. ഒന്ന് പിടിച്ചു മാറ്റൂ. എടാ ജിമ്മി, കം ഗോ. ആ ഇനി നീ എന്നെ ഇറങ്ങി വാ. ഒന്ന് ഹെൽപ്പ് ചെയ്. നീ അങ്ങനെ മേലോട്ട് കയറി. കേറിയതല്ല, കേറിപ്പോ. പതുക്കെ ഇറങ്ങ്, പതുക്കെ. അങ്ങനെ അങ്ങനെ എന്റെ ഈശ്വര, എന്റെ പൊന്നുമോനെ, മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചോണ്ട് ഞാനും നിന്റെ വലിയേട്ടനും കാത്തിരിക്കായിരുന്നടാ.
നിന്നെ കാണാഞ്ഞിട്ട് നിന്റെ ചെറിയേട്ടൻ ഇന്ന് ഉച്ചയ്ക്ക് ശരിക്കും ഊണ് പോലും കഴിച്ചില്ല മോനെ. ഞാൻ ചോറുണ്ടല്ലടാ. ഞാന് ബോംബെ ബാംഗ്ലൂർ വരെ ഫ്ലൈറ്റിലായിരുന്നു. അവിടുന്ന് ഇവിടം വരെ കാറിലായിരുന്നു. എത്ര പറപ്പിച്ചിട്ട് ഉച്ചയ്ക്ക് മുമ്പ് എത്താൻ പറ്റില്ല. ഭയങ്കര ചൊറിച്ചില്ല. ഉറുമ്പ് കടിച്ചു കാണൂല്ലയോ? എടാ മുരളി, നിന്നെ പട്ടി കടിച്ചോടാ. പുള്ളിക്കാരൻ ട്രൈ ചെയ്തു, പക്ഷെ അവന് എന്റെ പാന്റ് ഇവിടെ അയ്യോ, കിട്ടി. കാലേ കൊണ്ടില്ലല്ലോ. എന്തായാലും രക്ഷപ്പെട്ടല്ലോ. ഇടി നോക്കി കഥ പെട്ടിക്കെടുത്ത് നമ്മുടെ റൂമിൽ കൊണ്ടുപോയി. അല്ല ആ, ഞങ്ങൾ എടുത്തോളാം, ഞങ്ങൾ അവനോട് എടുത്തോളാം. പെണ്ണുങ്ങൾ എടുക്കണ്ട. അതെ അതെ. ആ വെക്കേട്ടാ. ഇതിനൊട്ടും കനവില്ലല്ലോ മുരളി. ചെറിയേട്ടത്തെ ഒന്നും പറയാതിരിക്കുന്ന ഭംഗി. വഴിയിൽ വെച്ച് ഈ കസ്റ്റംസ് ആൻഡ് സ്ക്വാഡുകാർ തടഞ്ഞു. എയർപോർട്ടിൽ കിട്ടിയ ഡ്യൂട്ടി പോരാത്രേ. ഇന്ത്യൻ കറൻസി ഇല്ലാത്തതുകൊണ്ട് കംപ്ലീറ്റ് സാധനങ്ങൾ അവർ പിടിച്ചോണ്ടുപോയി. ഞാൻ വളരെ അധികം കരഞ്ഞു പറഞ്ഞു നോക്കി. 7 കൊല്ലത്തിന് ശേഷം നാട്ടിലേക്ക് വരികയാണ്, എന്നെ ഉപദ്രവിക്കരുതെന്ന്. അപ്പൊ അവരെന്നോട് ചോദിക്കുകയാണ്, 7 വർഷത്തിനിടയ്ക്ക് താൻ ഇങ്ങോട്ട് വരണ്ടെന്ന് അവര് പറഞ്ഞു വന്ന്. ആ സാധനങ്ങൾ ഇനിയും കൊണ്ടുവരാലോ. അതെ. എന്റെ അബ്കാരി പാർട്ട്നേഴ്സ് ഇത്രയും നേരം ഇവിടെ കാത്തിരിക്കായിരുന്നു. ഞാൻ ഇപ്പൊ പോയി അവരെ കൂട്ടിക്കൊണ്ട് വരട്ടെ. ഒന്ന് ചുമ്മാരിടാ. എന്റെ ഭഗവാനെ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. 7 വർഷം നിങ്ങളെ കാണാതെ ഞാൻ ആ മരുഭൂമി കഴിഞ്ഞെന്ന്. ആ 7 കൊല്ലം കൊണ്ടല്ലേ എന്റെ മുരളി നമ്മുടെ കുടുംബം ഒന്ന് കര പറ്റിയത്. എന്നാലും നല്ലൊരു മഴ കണ്ടിട്ട് എത്ര നാളായെന്നറിയാം. മഴ കണ്ടിട്ട് ഞങ്ങളും കൊറേ കാലായി. മോൻ വല്ലതും കഴിച്ചോടാ? ഇല്ല, ജലപാനം കഴിച്ചിട്ടില്ല. എല്ലാം ഇവിടെ വന്നിട്ടാകാന്ന് കരുതി. ഇപ്പോഴെങ്ങനെ? ചോറിനകത്ത് വെള്ളം ഒഴിക്കരുന്ന് ഞാൻ എപ്പോഴേ പറഞ്ഞതല്ലേ? വെള്ളം വാർത്താ മതി. മാമ്പഴ പുളിശ്ശേരി ഉണ്ടല്ലോ. അത് ഏടത്തെ സുധർമ്മയ്ക്കും സുനിധിക്കും കൊടുത്തു. ദേ, ദേ, നല്ല മനോഹരമായ കോഴി ഫ്രൈ ഉണ്ട്. അതാ ഗ്ലൂക്കോസും പാറ കടലും വിഴുങ്ങി. അപ്പൊ പിന്നെ എന്തുണ്ട് ഇവിടെ? മോരുണ്ട്. ആ മതിയല്ലോ, നല്ല മനോഹരമായ മോര് കൂട്ടി ഊണ് കഴിച്ചിട്ട് എത്ര കാലം എടുക്കാട്ടെത്തിമാരെ. എനിക്കിപ്പോ ഇവിടുന്ന് എന്ത് കഴിച്ചാലും അമൃത. അല്ല ആ. സ്വന്തം നാടിന്റെ സുഗന്ധം, സ്വന്തം വീടിനകത്തെ സുരക്ഷിതത്വം. ഞാനൊടുവിൽ എന്റെ ജന്മനാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. കൊണ്ടേച്ചേ, ഞാൻ കോരാം. ഓ, എഴുന്നള്ളിയോ? നേരം എത്രയായി? ആഫീസിൽ പോകുന്നല്ല വീട്ടു ജോലിക്ക് വരേണ്ടത്. നീ അടുക്കളയിലോട്ട് ഇത്തിരി പുട്ടും ദോശ ഉണ്ടാക്കിയേ. മുരളി ഇപ്പൊ കുളി കഴിഞ്ഞു വരും. മുരളി വന്നോ? ആ, എന്തേ മുരളി എന്ന് കേട്ടപ്പോ ഒരു മുഖപ്രസാദം? അവനാരാ, നിന്റെ കാമുകനോ? 6-7 കൊല്ലം ഗൾഫിൽ കഴിഞ്ഞവനാ. നോക്കിയേ, അവന്റെ മുമ്പിൽ ചെന്ന് കുണിങ്ങാലുണ്ടല്ലോ. ഓ, ഒരു ശൃംഗാരി. ഇതാരാ ഇത്ര നേരത്തെ മുരളിക്ക് ചായ തന്നത്? ചെറിയേട്ടത്തി. ഓ, അതിങ്ങിതാ, ഇത് കുടിച്ചു. ഇതിൽ ഏലക്ക ഇട്ടിട്ടുണ്ട്. അയ്യോ, ഇതില് ഏലക്കയും ഗ്രാമ്പും ഇട്ടിട്ടുണ്ട്. നല്ല മനോഹരമായ നാടൻ ചായ. സത്യം പറഞ്ഞ ചെറിയേട്ടത്തിയുടെ കൈ കൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല സ്വാദാ അല്ലേ വലിയേട്ടത്തി? ആ, ബാബുമോൻ 5th-ലായല്ലേ? ആയിട്ടെന്താ കാര്യം? സ്കൂളിലെ പിള്ളേരുമായി തല്ലും പിടിയും തന്നെയാ എന്നും. ആര്, ബാബുമോനോ? ആ, ബാബുമോൻ തന്നെ. ടീച്ചർമാർക്കൊന്നും കണ്ണെടുത്തിട്ടുണ്ടേ കണ്ടുകൂടാ. എന്റെ സുനിതയും സുധർമ്മയും എന്തൊരച്ചടക്കവാ. പിള്ളേരാകുമ്പോ ഇച്ചിരി ചട്ടമ്പിത്തരമൊക്കെ വേണം, എങ്കിലേ ഒരു രസമുള്ളൂ. മുരളിക്ക് പലഹാരം എന്താ വേണ്ടേ? ഒക്കെ ഞാൻ ചെറിയേട്ടത്തിയോട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെന്താ മുരളി അങ്ങനെ? ഞാൻ നിന്റെ മൂത്ത ഏട്ടന്റെ ഭാര്യയല്ലേ? അമ്മയുടെ സ്ഥാനം എന്നോടല്ലേ എല്ലാം പറയേണ്ടത്? അയ്യോ ഏട്ടത്തി, അതുകൊണ്ടല്ല. ചെറിയേട്ടത്തി ചോദിച്ചു, ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അറിയാലോ, എനിക്ക് 2 പെൺകുട്ടികളാ. എന്റെ മൂത്ത മോനായിട്ടാ നിന്നെ ഞാൻ കരുതിയിരിക്കുന്നത്. നീ ദുബായി പോയ അന്ന് തൊട്ട് എത്രയോ ദിവസങ്ങൾ ശരിക്കും ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്താ ഏട്ടത്തി ആ പഴയ നെഞ്ചുവേദന? അല്ല കുട്ടി, നീ പോയെന്റെ. അല്ല, എന്റെ മുരളി എത്ര നേരമായി ചായ തന്നിട്ട്? ദാ ഉമിക്കരി, ഈർക്കലി. ഉമിക്കരിയോ? ദുബായിക്കാരനോ? പേച്ചു തീർന്നെങ്കിൽ ഞാൻ തരാം മുരളി. പേശകം മടുത്ത വലിയേട്ടത്തി. ഭൂലോകത്തിന്റെ ഏത് കോണിലായാലും നമുക്ക് നമ്മുടെ നാടൻ രീതികളെ പറ്റൂ. നാട്ടിൽ വരാറുള്ള പലരോടും പറഞ്ഞ് ഞാൻ ഈ ഉമിക്കിരിയും ഈർക്കലും ദുബായിൽ എത്തിക്കാറുണ്ടായിരുന്നു. ഇതുവരെ ഞാൻ മലയാള തനിമ മറന്നിട്ടില്ല. ഇനി അമ്പലക്കുളത്തില് വിസ്തരിച്ച് ചെന്ന് കുളിക്കണം. ചെറിയ തോർത്തിങ് എടുത്ത്. തോർത്തി അടുത്ത് തരാം. ദേ, അമ്പലക്കുളത്തിലെ വെള്ളത്തിന് ഭയങ്കര തണുപ്പാ. ഒരുപാട് നേരം വെള്ളത്തിലിറങ്ങി കിടക്കരുത്. നോക്ക്, എണ്ണ കുരുമുളക് ഇട്ട് മുറുക്കി വെച്ചിട്ടുണ്ട്. ഇത്തിരി നിറയെ വെക്കട്ടെ. അല്ല, വരൂ.